പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 2-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആമേൻ ആമേൻ ആമേൻ. കഴിഞ്ഞ പകൽക്കാലം കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവത്തിന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ നമ്മളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് ഒരിക്കലൂടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് കരം ഉയർത്തി പറഞ്ഞ കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 336 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 26-ാം വാക്യം പറയുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഈ പ്രഭാതത്തിൽ ഒരുങ്ങുക. കർത്താവ് പ്രത്യേകമായി നമ്മളെ സഹായിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പുതുവർഷത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിനായിട്ട് സ്തോത്രം. ആദ്യത്തെ ദിവസം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ ഏത് ദേശത്തു നിന്നും ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ അഴിഞ്ഞു പോകട്ടെ. പ്രത്യേകിച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആസ്മയുടെ അസ്വസ്ഥതകൾ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. ആ ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഈ ക്ലൈമറ്റ് മാറുമ്പോഴുള്ള ആ ശ്വാസ തടസ്സങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. ഈ ക്ലൈമറ്റിൽ അതൊരു ബുദ്ധിമുട്ടാകാതെ കർത്താവ് അത്ഭുതകരമായി അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, സമാധാനം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, ദൈവിക ഇടപെടലുകളെ അവരിലേക്ക് അയക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ആമേൻ, കാലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാറിപ്പോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് കർത്താവ് കൊടുത്ത പരിഹാരത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായുള്ള ബന്ധത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില അത്ഭുതങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും വ്യാപരിക്കട്ടെ. ദൈവിക അത്ഭുതം നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ കൂടെ ഇരിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ സഭായോഗം ഇന്ത്യൻ സമയം രാവിലെ 9:30 ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ആമേൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. ഈ വർഷത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന ഇതാണ്. ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിൻ്റെ വർഷം ദൈവമക്കൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആമേൻ. അതായത് ബോധപൂർവം ജീവിക്കണം, അറിഞ്ഞ് ജീവിക്കണം. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ബോധപൂർവം, അറിവോടെ, പരിജ്ഞാനത്തോടെ, ജ്ഞാനത്തോടെ വേണം ജീവിപ്പാൻ. കാരണം നമ്മൾ വർഷം തുടങ്ങി കഴിയുമ്പം നമുക്ക് നമ്മൾ ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ റിലാക്സ് ചെയ്യും. അവസാനം പിന്നെ ഈ അടുത്ത എക്സാം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് പഠിക്കുന്നത്. അതാണ് മാർക്ക് കിട്ടാൻ പ്രയാസം വരുന്നത്. അപ്പോൾ പരിശുദ്ധമായി ഇവിടെ നമ്മളെ ഓർപ്പിക്കുക,
ഈ ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേണ്ടുന്നവണ്ണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടുന്ന അവസരം മാക്സിമം നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സമയം നഷ്ടമാകാതെ നമ്മൾ സൂക്ഷിക്കണം. സമയമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി റിക്കവേർഡ്. അത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിൽ അനുഭവിക്കണമെങ്കിൽ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സമയത്തെ നമ്മൾ ഓണർ ചെയ്യാൻ തയ്യാറാകണം. അപ്പോഴാണ് നമുക്ക് ദൈവം തരുന്ന, അപ്പം എനിക്ക് ദൈവം തന്ന ദിവസമായത്, ഇതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ഉപയോഗിക്കണം, ദൈവിക പദ്ധതികൾ എനിക്ക് ഈ ദിവസത്തിൽ ചെയ്യണം എന്ന് നമ്മൾ ആ ദിവസത്തെ കാണാൻ തയ്യാറാകുകയും അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവസം അനുഗ്രഹമാക്കാനും ഈ വർഷം അനുഗ്രഹമായി തീരുവാനും. അതുകൊണ്ട് 90 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദിവസങ്ങളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണം. ആമേൻ. ഈ സദൃശവാക്യം 10-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്സാഹിയുടെ കൈയാണ് സമ്പത്തുണ്ടാക്കുന്നത്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ വർക്ക് ചെയ്യുവാനാണ് ഞാൻ നിൽക്കുന്നത്. ഐ മസ്റ്റ് വർക്ക് ദ വർക്ക്സ് ഓഫ് ഹിം. എൻ്റെ അപ്പൻ്റെ ജോലി എനിക്ക് നിർവഹിക്കണം. അപ്പം നമ്മുടെ ഈ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ് ഈസ് കണക്റ്റഡ് വിത്ത് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് ആൻഡ് സ്പിരിച്വൽ അലേർട്ട്നെസ്. അതായത് നമ്മളെ എത്രമാത്രം നമ്മൾ ഡിസിപ്ലിനായിട്ട് ജീവിക്കണം, ഒബീഡിയൻസ് ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കണം, സ്പിരിച്വലി നമ്മൾ അലേർട്ടായിരിക്കണം. ആമേൻ. അപ്പം ഈ വർഷം സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സമയത്തെ മിസ്സാക്കി കളയരുത്, സമയത്തെ വേസ്റ്റാക്കി കളയരുത്. ഓരോ മിനിറ്റുകളെയും ഉപയോഗിച്ചുകൊണ്ട്. ആമേൻ. അപ്പം രാവിലെ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച്, ആമേൻ, കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ആരംഭിക്കുക. എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഞാൻ ഇന്നെന്തൊക്കെ ചെയ്യണം? ആമേൻ. എന്നിട്ട് ആ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ നിറപടിയായി ചെയ്തു തീർക്കണം. വെറുതെ നമ്മുടെ സമയം അതും ഇതും ചെയ്ത് ഈ ലോകത്തിൻ്റെതായ പലതിൽ ആമേൻ സോഷ്യൽ മീഡിയകളിൽ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. ആമേൻ. സമയത്തെ ഈ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുന്ന പലതും നമുക്ക് ചുറ്റുമുണ്ടാകും. നമ്മൾ അതിനെ ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ദൈവിക ആലോചനകൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗിക്കണം. വെറുതെ സമയം കളഞ്ഞിട്ട് ഓവർഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ദൈവം നമുക്ക് തരുന്ന ഓരോ നിമിഷങ്ങളും അതിനെ ദൈവിക ഹിതപ്രകാരം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എല്ലാ നിലത്തിലുമുള്ള ഓവർഫ്ലോയിങ് ഉണ്ടാകുന്നത്. വെറുതെ നമ്മൾ രാവും പകലും കിടന്ന് ഉറങ്ങിയിട്ടല്ല ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ആമേൻ. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എന്നെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കേട്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഈ പുതുവർഷത്തിൻ്റെ 2-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.